ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 52 ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. വർഷാവതൗ നവപുരാതനവത്സപാലാൻ ദൃഷ്ട്വാ വിവേകമസ്രേ ദ്രുഹിണേ വിമൂഢേ പ്രാതീദൃശ പതിനവാൻ മകുടാങ്കദാദി ഭൂഷാൻ ചതുർഭുജായുജ സജലാംബുദാഭാൻ. അന്വയം. അർത്ഥം. വർഷാവതൗ വർഷാവസാനത്തിൽ, നവപുരാതന വത്സപാലാൻ പുതിയതും പഴയതുമായ പശുക്കുട്ടികളെയും ഗോപപാലന്മാരെയും കണ്ടിട്ട്, ദൃഷ്ട്വ കണ്ടിട്ട്, വിവേകമസൃണേ വിവേകം മറഞ്ഞ, ദ്രുഹിണേ ബ്രഹ്മാവ്, വിമൂഢേ അമ്പരന്നു പോയപ്പോൾ, പ്രതിനവാൻ പുതിയ പശുക്കുട്ടികളെയും ഗോപന്മാരെയും, മകുടാങ്കദാദിഭൂഷാൻ കിരീടം തോൾവള തുടങ്ങിയ ആഭരണങ്ങൾ ഉള്ളവരും, ചതുർഭുജ യുജഹ 4 കൈകളോട് കൂടിയവരും, സജലാംബുദാഭാൻ ജലം നിറഞ്ഞ മേഘങ്ങളുടെ വർണ്ണത്തോടു കൂടിയവരുമായി പ്രാതീദൃശ കാണിച്ചു കൊടുത്തു. ഹരിവു. സാരം. ഇപ്രകാരം 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വൃന്ദാവനത്തിൽ വത്സങ്ങളെയും പശുപന്മാരെയും ബ്രഹ്മാവ് കണ്ടിട്ട്, താൻ അപഹരിച്ചവരെയും പുതിയ ഗോക്കളെയും ഗോപന്മാരെയും തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിവില്ലാതെയായി. അപ്പോൾ കിരീടം, തോൾവള ഇവയണിഞ്ഞ് 4 കൈകളോടുകൂടി മേഘശ്യാമന്മാരായി അവരെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഹരിവും. ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിതാദൃശസനകാദിയോഗി വ്യാസേവിതാൻ കമലഭൂർ ഭവദോദർശാം. അന്വയം. അർത്ഥം. കമലഭൂ ബ്രഹ്മാവ്, പ്രത്യേകം ഏവ ഓരോരുത്തരെയും വേറെ വേറെ, കമലാ പരിലാളിതാംഗാൻ ലക്ഷ്മീദേവിയാൽ പരിലാളിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവരും, ഭോഗീന്ദ്രഭോഗശയനാൻ അനന്തൻ്റെ ശരീരത്തിൽ ശയിക്കുന്നവരും, നയനാഭിരാമാൻ കണ്ണുകൾക്ക് മനോഹരന്മാരും, ലീലാനിമീലിത ദൃശം മനോഹരമായി കണ്ണടയ്ക്കുന്നവരും, സനകാദി യോഗി വാസേവിതാൻ സനകാദികളായ യോഗികളാൽ സേവിക്കപ്പെടുന്നവരുമായ ഭവതക അങ്ങു തന്നെയായിട്ട് ദദർശ കണ്ടു. ഹരിവു. സാരം. അവരെല്ലാവരെയും മഹാലക്ഷ്മി പരിലാളിക്കുന്നു. അവർ ആദിശേഷ പര്യങ്കത്തിൽ കിടക്കുന്നു. അവർ സുന്ദരന്മാരും യോഗനിദ്ര അനുഭവിക്കുന്നവരുമാണ്. സനകാദികൾ അവരെ സേവിക്കുന്നു. അവരെല്ലാവരും വിഷ്ണുരൂപികളായി ശോഭിച്ചു. ഹരിവു.